നമസ്കാരം. ഒരു മറ്റൊരു തൊഴുവൽ കണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചുപോയി, മാപ്പ്, തെറ്റ് എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയെക്കുറിച്ച് അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, ഏത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയോട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്ത തൊഴിൽ, ദൈവത്തെ ഓർത്ത് അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും പറയാനില്ല, എന്തോ മണ്ട പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന രീതിയിൽ കെ.സി. വേണുഗോപാൽ മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്കും ഈ ഗതികേട് വരരുതേ എന്ന് മാത്രമാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. ദൈവം സഹായിച്ച് ഞാനിപ്പോൾ ദേശീയ വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളും ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ആരോപണം ഉന്നയിക്കാനും പ്രതിപക്ഷത്തിന്റെ ശൈലിയാണ് ഇപ്പോൾ അവിടെ കേരളത്തിൽ. അതിലൊക്കെ ഒന്നും ഞാൻ ഇടപെടാം. മുഖ്യമന്ത്രിയുടെ ശൈലി പറയുന്നത് ആരാ? പഴയ മുഖ്യമന്ത്രിയല്ലേ? ഇത്രയും ദിവസം പല സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ കെ.സി. വേണുഗോപാൽ ന്യായീകരിച്ചുകൊണ്ടാണിരുന്നത്. പക്ഷെ ഇപ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞു തുടങ്ങി, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോ. അപ്പോൾ പിടികിട്ടി, ഇനി ന്യായീകരിക്കുന്നത് എൻ്റെ കൂടി വില പോകും. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലാണ്. ഇവിടെ എന്തോ സംഭവിക്കട്ടെ, അവന്മാർ മണ്ട അടിച്ച് കീറിയാലും എൻ്റെ വിഷയമില്ല. എന്നെ ഇവിടെ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ട അന്ന് മുതൽ ഞാൻ പോയി ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പവും ആ പാറ്റാ സമരത്തിലൊക്കെ കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയോണ്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് പോയി എന്ന രീതിയിലേക്ക് കൈമലർത്തി തുടങ്ങുമ്പോൾ മേനോന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ തന്നെ നോക്കിക്കാണുന്നതും അവർ പോലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് അഭിപ്രായം പറയാനോ പിന്തുണയ്ക്കാനോ തയ്യാറാകാത്ത വിസ്മയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അടിമകളായിട്ടുള്ളവർ അത് ചെയ്യും. പക്ഷേ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പിന്താങ്ങാതിരുന്നാൽ അതിനെ നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാകും. പക്ഷേ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ തെറ്റായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ അടിമകളെ ഇറക്കി ചാനലുകളിലും വിട്ട് മറ്റുള്ള ഇടങ്ങളിലൊക്കെ പോയി അവരുടെ അന്തസ് കൂടി പണയം വെച്ച് ന്യായീകരിച്ച് മേനോൻ വലിയ സംഭവമാണ്, മേനോന്റെ പ്രവൃത്തി ഭയങ്കര മഹത്തരമാണെന്ന് പറയാൻ തന്നെ കിട്ടില്ല എന്ന് പറയുമ്പോൾ തൻ്റെ അന്തസ്സും തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും ആ ന്യായീകരണത്തിലൂടെ കളഞ്ഞു കുളിക്കാൻ തയ്യാറല്ല എന്ന് കെ.സി. വേണുഗോപാൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു തൊഴുവലിനെ മറ്റൊരു തൊഴുവൽ കൊണ്ട് കെ.സി. വേണുഗോപാൽ നേരിട്ട് കൊണ്ട് എന്നോട് ഇതൊന്നും ചോദിക്കല്ലേ, എനിക്കൊരു അഭിപ്രായവും ഇല്ല, അവിടെ എന്തോ സംഭവിച്ചോട്ടെ, എന്തോ അവസാനിച്ചോട്ടെ എന്ന് കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇരിക്കുന്ന പദവി വെച്ചിട്ട് സംഘടനയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്ന വ്യക്തിയാണ് കെ.സി. ആ കെ.സിക്ക് ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അയാളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം എന്നേ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഈ കാപട്യമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ലീഗ് ഈ നാട്ടിൽ ഒരു ഭരണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരായി അവരെ പാടായി അവർ തമ്മിൽ തല്ലുകയോ തല പൊട്ടിക്കുകയോ എന്ത് ചെയ്താലും എൻ്റെ വിഷയമല്ല എന്ന രീതിയിൽ അദ്ദേഹം സതീശന്റെ നുണഭരണത്തെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ആ പ്രതികരണം.